ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2 ദിവസം കഴിഞ്ഞാൽ ഈ നക്ഷത്ര ജാതകരുടെ തലവര തെളിയും. നിങ്ങളുടെ കഷ്ടപ്പാടും കണ്ണീരുമെല്ലാം അവസാനിക്കുവാൻ പോകുന്നു. അതായത് മലയാളം കലണ്ടറിലെ അവസാന മാസമായ കർക്കിടകം 2026 ജൂലൈ 17 ആരംഭിക്കുന്നു. അന്നാണ് ദക്ഷിണായനവും തുടങ്ങുന്നത്. രാമായണ മാസത്തിൻ്റെ മാസാരംഭവും അന്നു തന്നെയാണ്. കർക്കിടകം രാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുന്നു. ചാന്ദ്രമാസങ്ങളായ ജ്യേഷ്ഠവും ആഷാഢവും ഈയൊരു മാസത്തിൽ ഒടുങ്ങുകയും തുടങ്ങുകയും ചെയ്യുന്നതാണ്. കർക്കിടകം 27 പിതൃബലി അഥവാ കർക്കിടക വാവ് വരുന്നത്. വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലാണ്. എന്നാൽ 26 വരെ മൗഢ്യ അവസ്ഥ തുടരുന്നുമുണ്ട്. അതുപോലെ ശനി മീനം രാശിയിൽ രേവതിയിൽ സഞ്ചരിക്കുന്നു. രാഹു കുംഭത്തിൽ അവിട്ടത്തിലും കേതു ചിങ്ങത്തിൽ മകം നക്ഷത്രത്തിലും വക്രഗതിയായി തുടരുന്നു. ബുധനാകട്ടെ മാസത്തിൻ്റെ പകുതി വരെ മീനത്തിലും പിന്നീട് കർക്കിടകത്തിലുമാണ്. ചൊവ്വ ഇടവം മിഥുനം രാശികളിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ മാസപ്പകുതിക്കുമേൽ ചിങ്ങത്തിൽ നിന്നും നീചരാശിയായ കന്നിയിലേക്ക് പകർച്ച വരുന്നുണ്ട്. ഈയൊരു ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ കർക്കിടക മാസ രാശിഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദത്തിൽ ഉൾപ്പെടുന്ന മേട രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു മാസം പല കാരണങ്ങളാലും പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ്. ഓഹരി ഇടപാടുകളുള്ള ആളുകൾക്ക് ധനനേട്ടമുണ്ടാകും. വിശേഷ വസ്ത്രങ്ങളും അലങ്കാര വസ്തുക്കളും സമ്മാനമായി ലഭിക്കുന്നതാണ്. അതുപോലെ പങ്കാളിയുടെ ഭാഗത്തു നിന്നും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചിലർക്ക് പുതിയ വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും. അതുപോലെ പുതിയ ഒരു വീട് എന്ന സ്വപ്നം സാധ്യമാകുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ശോഭിക്കുവാനും അംഗീകാരങ്ങൾ ലഭിക്കുവാനും യോഗമുള്ള സമയമാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് സ്ഥിതി തൃപ്തികരമായിരിക്കും. വാക്ക് തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദേവീ ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. അതുപോലെ സാധിക്കുന്നവർ ഭവനത്തിൽ നിത്യേന ദേവി മഹാത്മ്യ പാരായണം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു കർക്കിടക മാസത്തിൽ ജീവിത പങ്കാളിയുമായി ഒത്തുള്ള യാത്രയുണ്ടാകും. അതുപോലെ ബിസിനസ്സിൽ കൂടുതൽ ധനനേട്ടം വന്നു ചേരും. മക്കൾ വഴിയുള്ള ചിലവുകൾ വർദ്ധിക്കുവാനും ഇടയുള്ള മാസമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും നിങ്ങൾ മുടങ്ങാതെ നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പഴയ വാഹനം മാറ്റി പുതിയത് സ്വന്തമാക്കുവാൻ കഴിയും. നേരത്തെ നിശ്ചയിച്ചിരുന്ന യാത്രകൾ നടത്തുവാൻ കഴിയുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും യോഗമുള്ള സമയം കൂടിയാണ്. വീട് മോടി പിടിപ്പിക്കുവാനും പുതുക്കി പണിയുവാനും ഈശ്വര അനുഗ്രഹത്താൽ കഴിയുന്ന മാസമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാവിഷ്ണു ഭജനം നടത്തുക. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ നെയ്വിളക്ക് കൊളുത്തുന്നതും തുളസിമാല ചാർത്തിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം എന്നിവ ഉൾപ്പെടുന്ന മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു കർക്കിടക മാസം വിദേശത്ത് നിന്നും സന്തോഷ വാർത്ത എത്തിച്ചേരുവാനിടയുണ്ട്. അതുപോലെ കോടതി കാര്യങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കുവാൻ കഴിയുന്നതാണ്. കാർഷികമായ വരുമാനം വർദ്ധിക്കും. ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷയിൽ മികച്ച വിജയമുണ്ടാകും. സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ
അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കുവാൻ കഴിയുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സ്വർണ്ണ ആഭരണങ്ങളും മറ്റും സമ്പാദിക്കുവാൻ കഴിയും. ആരോഗ്യപരമായി നിങ്ങളുടെ നില വളരെയധികം ഗുണകരമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങളുടെ ജന്മനാളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം നടത്തിക്കുക. അതുപോലെ കഴിയുമെങ്കിൽ നിത്യേന ഭവനത്തിൽ ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം, ആയില്യം എന്നിവ ഉൾപ്പെടുന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു മാസം നിങ്ങളുടെ മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരങ്ങളും ബഹുമതികളും ലഭിക്കുവാനിടയുണ്ട്. അതുപോലെ പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് വളരെയധികം നേട്ടമുണ്ടാകും. ചില കാര്യങ്ങൾ ഭാഗ്യം കൊണ്ട് തന്നെ സാധ്യമാകും. മക്കളിൽ നിന്നും സന്തോഷകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ്. കലാകാരന്മാർക്ക് നിങ്ങളുടെ മേഖലയിൽ വളരെയധികം ശോഭിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും കഴിയുന്ന ഒരു മാസമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അനുകൂലമായ മാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ധർമ്മശാസ്താവിനെ ഭജിക്കുക. അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്താവിങ്കൽ നീരാഞ്ജനം കത്തിക്കുക. കഴിയുമെങ്കിൽ എള്ളു പായസ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ഉൾപ്പെടുന്ന ചിങ്ങരാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു മാസം സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കും. അതുപോലെ പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം. അവിവാഹിതരായ ആളുകളുടെ വിവാഹ കാര്യം തീരുമാനമാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായ ഒരു കാലമാണ്. ചിലവുകളിൽ വളരെയധികം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സമയമാണ്. ഉന്നത വ്യക്തികളുമായി അടുപ്പം സ്ഥാപിക്കുവാൻ കഴിയും. ആരോഗ്യപരമായി നിങ്ങളുടെ നില തൃപ്തികരമാണ്. പുതിയ നിക്ഷേപങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം ആലോചിച്ച് മാത്രം നടത്തുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശ്രീകൃഷ്ണ ഭജനം നടത്തുക. അതുപോലെ ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ സ്വാമിക്ക് വെണ്ണ, അവൽ ഇവ നിവേദിച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി എന്നിവ ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു കർക്കിടക മാസത്തിൽ നഷ്ടപ്പെട്ട സ്ഥാനങ്ങൾ തിരിച്ചു കിട്ടുവാനിടയുണ്ട്. അതുപോലെ യാത്രകൾ കൊണ്ട് വളരെയധികം നേട്ടം പ്രതീക്ഷിക്കാം. ബിസിനസ് വികസിപ്പിക്കാനായി പണം മുടക്കേണ്ടി വരും. അതുപോലെ സർക്കാരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. പൊതുവെ നിങ്ങൾക്ക് ഈശ്വര ആനുകൂല്യമുള്ള സമയമായതിനാൽ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നു കിട്ടുന്നതാണ്. പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും. കുടുംബസ്വത്ത് കൈവശം വന്നു ചേരുവാനുള്ള യോഗമുള്ള ഒരു കാലം കൂടിയാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിത്യേന ശിവഭജനം നടത്തുക. ശിവ അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. കഴിയുമെങ്കിൽ ശിവങ്കൽ എള്ളെണ്ണ വിളക്കിലൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ലഭിക്കും. അതുപോലെ എതിരാളികളുമായുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞു തീർക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ ഭവിക്കുന്ന ഒരു കാലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. കൗശലക്കാരായ സുഹൃത്തുക്കളെ മാറ്റി നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. അതുപോലെ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അസുഖങ്ങൾ പൂർണ്ണമായി വിട്ടുമാറുന്നതാണ്. നിയമപരമായ പ്രശ്നങ്ങൾ നീണ്ടു പോകുവാനും ഇടയുള്ള ഒരു കാലം കൂടിയാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി
വിഷ്ണു ഭജനം നടത്തുക. അതുപോലെ തന്നെ സാധുജനങ്ങൾക്ക് അന്നദാനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നിവ ഉൾപ്പെടുന്ന വൃശ്ചിക രാശിക്കാരായ നിങ്ങൾക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ്. ദൈവാധീനം കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാം. അതുപോലെ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ സംരംഭങ്ങൾ വിജയിപ്പിക്കുവാൻ കഴിയും. അതുപോലെ കീഴ് ജീവനക്കാരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാധിക്കുന്നതാണ്. അന്യനാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുവാൻ കഴിയുന്നതാണ്. വിരോധികൾ ആയിരുന്ന ആളുകളുമായി രമ്യതയിൽ പുലരുവാനും കഴിയുന്ന ഒരു മാസമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശ്രീകൃഷ്ണ സ്വാമി ഭജനം നടത്തുക. അതുപോലെ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ജപം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നിവ ഉൾപ്പെടുന്ന ധനു രാശിക്കാരായ നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെയധികം ഉന്നതിയിലേക്ക് കുതിക്കുന്ന ഒരു മാസമാണ്. ഉന്നത ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ സാധിക്കും. അതുപോലെ ദൂരെയുള്ള ബന്ധുക്കൾ ദർശനത്തിനെത്തുന്നതാണ്. പ്രവർത്തന രംഗത്ത് സമാധാനം നിലനിൽക്കും. പുതിയ സംരംഭങ്ങൾ നല്ലവണ്ണം ആലോചിച്ച് മാത്രം തുടങ്ങുക. പഴയ വാഹനം മാറ്റുന്ന കാര്യം തീരുമാനത്തിലെത്തും. ആരോഗ്യപരമായി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പ്രണയിക്കുന്ന ആളുകളുടെ വിവാഹാലോചനകളിൽ തീരുമാനമാകും. ധാരാളം യാത്രകളും ഈയൊരു മാസം നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. അതുപോലെ ജന്മനാളിൽ ശിവങ്കൽ ഭസ്മ അഭിഷേകം നടത്തുക. ഒപ്പം ദേവീക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങളാൽ അർച്ചന നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി എന്നിവ ഉൾപ്പെടുന്ന മകര രാശിക്കാരായ ആളുകൾക്ക് ഈയൊരു മാസം പല കാര്യങ്ങളും മന്ദഗതിയിലാകുവാനിടയുണ്ട്. അതുപോലെ സാമ്പത്തികമായ ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുക. അടുത്ത ബന്ധുക്കളുമായി ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. മാസത്തിൻ്റെ ആരംഭത്തേക്കാൾ കൂടുതൽ മികച്ചതായിരിക്കും മാസത്തിൻ്റെ അവസാന ഭാഗം. കായിക മത്സരങ്ങളിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കും. ഓഹരി ഇടപാടുകളും മറ്റും ഒഴിവാക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ലഹരി വസ്തുക്കളും മറ്റും ഉപയോഗിക്കുന്നത് ഈ ഒരു കാലം വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താ ഭജനം നടത്തുക. ശാസ്താവിങ്കിൽ ദർശനം നടത്തി എള്ളുപായസ നിവേദ്യം, പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പോരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം എന്നിവ ഉൾപ്പെടുന്ന കുംഭരാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു മാസം പൊതുവെ ദൈവാധീനം വളരെയധികം കുറഞ്ഞ കാലമാണ്. അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുന്നതാണ് ഉത്തമം. മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ മികച്ചതായിരിക്കും രണ്ടാം ഭാഗം. പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനക്കയറ്റം ലഭിക്കും. അതുപോലെ ഉന്നത ബന്ധങ്ങൾ കൊണ്ട് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യപരമായി നിങ്ങളുടെ സ്ഥിതി തൃപ്തികരമായി തുടരും. അതുപോലെ കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. വിദ്യാർത്ഥികളായ ആളുകൾ പഠനത്തിൽ അലസരാകുവാനും ഇടയുള്ള കാലമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യ ഭജനം നടത്തുക. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി തൊഴുതു പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നിവ ഉൾപ്പെടുന്ന മീന രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു മാസം പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാൻ സാധിക്കും. അതുപോലെ സാമ്പത്തികമായി വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ കഴിയുന്നതാണ്. ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാകും. അതുപോലെ കൃഷിയിൽ നിന്നും കൂടുതൽ പണം വന്നു ചേരും. ഔദ്യോഗിക യാത്രയിൽ തന്നെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബജീവിതം സമാധാനം
നിറഞ്ഞതായി മാറും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്തുവാൻ കഴിയും. ഒറ്റയ്ക്കുള്ള വാഹന യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് വളരെയധികം ഉത്തമമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗണപതി ഭജനം നടത്തുക. ഭവനത്തിൽ ഗണപതി സങ്കല്പത്തിൽ ഭജിക്കുക. അതുപോലെ നിങ്ങളുടെ നാളിൽ ഗണപതി ഹോമം നടത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.